നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നെടുപുഴ വനിതാ പോളിടെക്നിക് കോളേജിലെ പ്രിൻസിപ്പാളിനെ KSU പ്രവർത്തകർ ഉപരോധിച്ചു. അധ്യാപകനെതിരെയുള്ള വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മാള അമ്പഴക്കാട് 6 ആടുകളെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തി. ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ വീട്ടിലെ ആടുകളാണ് ചത്തത്. ആടുകളെ കൊന്നത് പുലിയല്ലെന്ന സൂചനയാണ് വനംവകുപ്പ് അധികൃതർ നൽകിയത്. ആനക്കുണ്ട് ബണ്ട് വികസനം പാതിവഴിയിൽ നിലച്ചു. കാട്ടക്കാമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ടാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പാതിവഴിയിൽ നിലച്ചത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊരട്ടിപ്പള്ളിയിലെത്തി വഴിപാട് നടത്തി. വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സായതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പള്ളിയിലെത്തിയത്. എമ്പുരാൻ വിവാദത്തിന് പിന്നാലെ ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ്. ചെന്നൈ, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലാണ് റെയ്ഡ്. ഗോകുലം ഗോപാലിനെ ED ചോദ്യം ചെയ്തു. മുതിർന്ന ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു. 150-ലധികം മലയാള ചലച്ചിത്രങ്ങളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ചരക്ക് വാഹന തൊഴിലാളികളും ഉടമകളും ഒക്ടോബർ 4-ന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കും. ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് നിരന്തരം നിവേദനങ്ങൾ നൽകിയിട്ടും പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക്. കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുൻപിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ സഭ നൽകിയ മുന്നറിയിപ്പുകൾ തമസ്കരിക്കാൻ ശ്രമിച്ചത് വലിയ വിപത്തായി മാറിയത് ഓർക്കണമെന്ന് തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ്. പവന് ഒറ്റയടിക്ക് 1280 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 68,000-ൽ താഴെയെത്തി. ദേശീയപാത ചാവക്കാട് മണത്തലയിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാർ പുറത്തെടുത്ത് ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. വിൽപ്പനയ്ക്കായി എത്തിച്ച രാസലഹരിയുടെ അന്വേഷണത്തിൽ ബാംഗ്ലൂർ സ്വദേശി പിടിയിൽ. ഹോരമാവ് അഗ്ര സ്വദേശിയായ ഭരത്തിനെയാണ് തൃശൂർ ACP സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടിയത്. തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി. 2 മാസം നീണ്ടു നിൽക്കുന്ന പൂരം പ്രദർശനം മെയ് അവസാന വാരം സമാപിക്കും. കേരള കോൺഗ്രസ് വനിതാ വിഭാഗമായ വനിതാ കോൺഗ്രസ് ലഹരി വ്യാപനത്തിനെതിരെ ഇരിങ്ങാലക്കുടയിൽ മാർച്ച് നടത്തി. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ സഹകരണ ബാങ്ക് മാനേജറുടെയും ഭാര്യയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി. കാറളം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കാവുപ്പാറ ശാഖ മാനേജർ കാറളം കാക്കേരി വീട്ടിൽ ഷൈൻ, ഭാര്യ ഷീജ, സഹോദരി ലിഷ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് തള്ളിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തൃശൂർ ജില്ലാ സമ്മേളനം ഈ മാസം 12, 13 തീയതികളിൽ ചേലക്കരയിൽ നടക്കും. കാലിക്കറ്റ് സർവകലാശാല പ്രൊഫസർ ഡോക്ടർ VL ലജീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് തല മാലിന്യമുക്ത പ്രഖ്യാപനം നടന്നു. UR പ്രദീപ് MLA പ്രഖ്യാപനം നിർവഹിച്ചു. കാട്ടാക്കാമ്പാൽ രാമപുരത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തൃപ്രയാർ തേവർ സ്വർണ്ണക്കോലത്തിൽ നടക്കൽ പൂരത്തിന് എഴുന്നള്ളി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് ശേഷം പുത്തൻകുളത്തിൽ ആറാടിയ തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. വെങ്കിടങ്ങ് പഞ്ചായത്ത് കളിസ്ഥലത്തിന് KO കുര്യാക്കോസ് സ്മാരക ഗ്രൗണ്ട് എന്ന പേര് നൽകാത്തതിൽ പ്രതിഷേധം. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി കുത്തിയിരിപ്പ് സമരം നടത്തി. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യമർപ്പിച്ച് BJP ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുരപലഹാര വിതരണം നടത്തി. BJP സംസ്ഥാന കൗൺസിൽ അംഗം PK മണി ഉദ്ഘാടനം ചെയ്തു.
പെരിങ്ങനം വെസ്റ്റ് കൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിനു കീഴിലെ അംഗങ്ങൾക്ക് വിഷുക്കൈനീട്ടം നൽകി. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിൽ തിരുവില്ലാമല ഗ്രാമീണ വായനശാലയിൽ സെൽഫ് ഡിഫൻസ് കരാട്ടെ അഭ്യസിച്ചവർക്കുള്ള കളർ ബെൽറ്റ് എക്സാമിനേഷൻ നടത്തി. സൈമൺ കുരിശിങ്കലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 33ാം ജില്ലാ വാർഷിക സമ്മേളനം 7-8 തീയതികളിൽ വടക്കാഞ്ചേരിയിൽ നടക്കും. 7-ന് നടക്കുന്ന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. പാലിയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ചുള്ള 5 ദിനങ്ങളിലായി നടന്നു വന്നിരുന്ന ബൈബിൾ കൺവെൻഷന് സമാപനമായി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകി. ലെൻസ്ഫെഡ് ലക്കിടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ K സ്മാർട്ട് ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി നവകിരൺ ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സന്ദേശമുയർത്തി അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും. ഏപ്രിൽ 8 മുതൽ 12 വരെയാണ് മത്സരങ്ങൾ. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. വഖഫ് ബില്ല് ചരിത്ര ദൗത്യമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. കുന്നംകുളം വ്യാപാര ഭവനിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നാളെ മുതൽ അവധിക്കാല സൗജന്യ യോഗ ക്ലാസ് സംഘടിപ്പിക്കും. ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും നെഹ്റു നഗർ നാച്ചുറോപ്പതി യോഗ സെന്ററും സംയുക്തമായാണ് യോഗ ക്ലാസ് സംഘടിപ്പിക്കുക. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിലെ അന്വേഷണം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. മാനദണ്ഡപ്രകാരവും വ്യവസ്ഥാപിതവും ആകണം പൂരം നടത്തിപ്പ്. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നും കോടതി. മണിത്തറ ANMUP സ്കൂളിൽ നിന്ന് 29 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം ജെയ്സൺ മാഷ് വിരമിച്ചു. അധ്യാപക സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു ജെയ്സൺ മാസ്റ്റർ. BJP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗണേശൻ ബലിദാന ദിനം ആചരിച്ചു. കയ്പമംഗലം ബീച്ച് പുന്നക്കച്ചാലിലുള്ള ഗണേശൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജില്ലാ നേതാക്കളായ KP ഉണ്ണികൃഷ്ണൻ, PS അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവീകരിച്ച പുതിയകാവ് ഈസ്റ്റ് അൽനൂർ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അൽനൂർ സെന്റർ പ്രസിഡന്റ് SA സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. പെരിങ്ങനം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടികൾക്ക് ബേബി ടേബിൾ, ചെയർ എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. എന്റെ ഗ്രാമം വോളി ഗ്രാമം കൂട്ടായ്മയും എടത്തുരുത്തി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളും സംയുക്തമായി വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ഗീതാ സുദർശൻ വലിയ പറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ധീവരസഭ തൃശൂർ ജില്ലാ സമ്മേളനം ഞായറാഴ്ച വലപ്പാട് നടക്കും. സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി V. ദിനകരൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.